നമ്മുടെ കുടുംബത്തിന്റെ പ്രത്യേകത എന്താണ്? നിങ്ങൾ മനസ്സിലൊന്നും ആലോചിച്ച്, നിങ്ങൾ ഓരോരുത്തരും കുടുംബത്തിൽ ആലോചിച്ച്, കുടുംബത്തെ പറ്റി ആലോചിക്കുമ്പോൾ ഇങ്ങനെ ഇരുന്ന് ശരിയാവില്ല കേട്ടോ. ഇങ്ങനെ ഇരുന്ന എന്താ, ഇങ്ങനെ ഇരുന്ന എന്താണ്? മനഃശാസ്ത്രത്തിൽ ഇങ്ങനെ ഇരിക്കുന്നതും വേറൊരു പ്രശ്നമുണ്ട് കേട്ടാ. എങ്ങനെ ഇരുന്നാലും പ്രശ്നം. ഇങ്ങനെ ഇരിക്കുന്നതിന്റെ അറിയാവോ? ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും അറിയാവോ? ഡിഫെൻസീവ് ആകാൻ പറയും. നമ്മളെന്തോ മറയ്ക്കുന്നു. നമുക്ക് നമ്മുടെ ഉള്ളിലുള്ളത് നമ്മൾ ഡിഫെൻസീവ് എന്ന് കേട്ടില്ലേ? അത് പ്രതിരോധം. ഇങ്ങനെ കൈ കെട്ടിയിരിക്കുമോ ഇങ്ങനെ പറയുന്നു. ഒരു നമ്മള് ഈ സാർ പറഞ്ഞില്ലേ, ഞാൻ എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്രമാണ്. അപ്പൊ അതില് ഇങ്ങനെ നമ്മളിതൊക്കെ ഇരിക്കുന്നതിന്റെ കാരണം കൗൺസിലിംഗ് വരുമ്പോൾ നമ്മൾ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു പരിധിവരെ അയാളുടെ മനസ്സിലുള്ളത്, അയാൾ ഇരിക്കുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലുള്ളത് അയാൾ പറയാൻ നമുക്ക് അങ്ങോട്ട് ചോദിക്കണം. ഇരിക്കുന്ന രീതി, അതുപോലെ മുഖഭാവം, കണ്ണുകൾ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾ ഓരോരുത്തർ ഇരിക്കുമ്പോഴും അവരുടെ മുഖത്തെ പുഞ്ചിരി, അതുപോലെ തന്നെ മുഖത്തെ ഭാവങ്ങൾ, ഇതൊക്കെ വെച്ച് എനിക്ക് ഒരു പരിധിവരെ നിങ്ങളുടെ ഉള്ളിൽ മനസ്സിൽ കൂടി ഓടുന്ന പല കാര്യങ്ങളും എനിക്ക് പറയാൻ TA പഠിച്ചു കഴിഞ്ഞാൽ ഒരു നേട്ടമാണ്. ആയിക്കോട്ടെ, അതിൻ്റെ ഒരു വിശദം പറയാം. അപ്പോൾ ഇങ്ങനെ സ്വസ്ഥമായിട്ട് ഒരു ബേസ് ക്യാമ്പ് ഉണ്ടെങ്കിൽ അതിന്റെ നേട്ടം എന്തൊക്കെയാണ് നമുക്ക്? അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഇഴയെടുപ്പമുള്ള, സ്നേഹമുള്ള, പരസ്പരം നന്നായിട്ട് സ്നേഹിക്കുന്ന, അതുപോലെ അത്യാവശ്യം വേണ്ടതായ നമ്മളുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരു അങ്ങനെ ഒരു കുടുംബം നമുക്കുണ്ടെങ്കിൽ അതിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഉണ്ട് നമുക്ക്. അതിനെപ്പറ്റി ഒരു ചിന്ത നിങ്ങൾ ഇടാൻ വേണ്ടി ഞാൻ പറയുന്നത്. പാട്ട് എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഇല്ലേ? ഇല്ലേ? പാട്ട് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുണ്ടോ? സിനിമാ ഗാനങ്ങൾ. ഒരു പാട്ട് രൂപപ്പെടണമെങ്കിൽ ഏതൊക്കെ ഘടകങ്ങൾ വേണം? പ്രധാനമായിട്ടും കുറേയധികം ഇൻസ്ട്രുമെന്റ്സ് വേണം. ഇല്ലേ? ശരിയല്ലേ? കുറേയധികം ഇൻസ്ട്രുമെന്റ്സ് വേണം, ഗായകൻ വേണം, എഴുതിയ ആൾ വേണം, പാട്ട് എഴുതുന്ന ആൾ വേണം, പിന്നെ അത് സംവിധാനം. ഇതെല്ലാം ഒത്തുവന്ന് അതിനൊരു ലയം വരുമ്പോൾ മാത്രമേ അത് ആസ്വാദ്യകരമാവുള്ളൂ. അതേസമയം ആ പാട്ടിന്റെ എല്ലാ ഘടകങ്ങളും അങ്ങേരെ ഇവിടെ ഇരുന്ന് പാടുന്നുണ്ട്, കൊട്ടുന്നവൻ അവന്റെ ഇഷ്ടത്തിന് കൊട്ടുന്നു, മറ്റേ ഇൻസ്ട്രുമെന്റ് വായിക്കുന്നവരോട് അവരുടെ ഇഷ്ടം എല്ലാവരും അങ്ങോട്ടും തിരിഞ്ഞു വരികയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര കഠോരമായിരിക്കും. ഇല്ലേ? ശരിയല്ലേ? അവിടെ ഒരു ലയം വരുമ്പോഴാണ് പാട്ട്. അല്ലാതെ ഗായകന്റെ മാത്രം കഴിവ്, നമ്മൾ അയാൾക്ക് കൂടെ പ്രാധാന്യം കൊടുക്കുന്നതാണ്, പക്ഷെ അയാളുടെ മാത്രം കഴിവൊന്നുമല്ലത്. അതിന്റെ പിന്നിലുള്ള പ്രവർത്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. അത് ഞാൻ പാട്ടിന്റെ കാര്യം ഇവിടെ നമ്മള് പുറകുവശത്തിരിക്കുന്ന ലേഡീസിന് അറിയാവുന്ന ഒരു കാര്യം പറയാം. നല്ല കറികൾ വെക്കുന്ന കാര്യം ആലോചിച്ചു. ഇപ്പൊ നമ്മളുടെ തീരദേശമാണ്, നല്ല മത്സ്യം, കാളാഞ്ചിയോ അല്ലെങ്കിൽ നെയ്മീൻ, ആലോചിച്ച് നോക്കി. നെയ്മീൻ കിട്ടി, സാമാന്യം തെറ്റില്ലാത്ത വിലയ്ക്ക്. ഇപ്പോൾ 900 800 രൂപയ്ക്കാണ് ചോദിക്കുന്നത്. അതെല്ലാം തീരപ്രദേശം നമുക്കൊരു വില കുറച്ച് കിട്ടി, നല്ല നെയ്മീൻ കിട്ടി. അത് കറി വയ്ക്കുകയാണ്. അത് കറി വയ്ക്കുമ്പോൾ വെറുതെ വേവിച്ചു കഴിഞ്ഞാൽ ശരിയാവും? അതിനകത്ത് പ്രധാനപ്പെട്ട ചേരുവകളെല്ലാം മുളക്, മല്ലി, ഉപ്പ്, അതുപോലെ മറ്റ് പൊടികള്, അതുപോലെ വേപ്പില, ഇഞ്ചി, ഇതെല്ലാം കൃത്യമായിട്ട് കൂടിയാൽ മാത്രമേ ശരിയാവുള്ളൂ. പിന്നെ മറ്റൊന്ന് ഈ ചെയ്യുന്നയാളുടെ ഒരു മനസ്സിന്റെ നന്മയും ഇതെല്ലാം കൂടി, കാരണം വീട്ടുകാർക്ക് കഴിക്കാനുള്ളതാണ്, എന്റെ ഭർത്താവിനും എന്റെ മക്കൾക്കും കഴിക്കാനുള്ളതാണെന്നുള്ള സ്നേഹത്തോടു കൂടി ഉണ്ടാക്കുമ്പോൾ ഇല്ലേ? ശരിയല്ലേ? അതിന് ഭയങ്കര സ്വാദായിരിക്കും. അതാണ് നമ്മൾ ഹോട്ടലിൽ കഴിക്കുന്നതും വീട്ടിൽ കഴിക്കുന്നതുള്ള വ്യത്യാസം. ഹോട്ടലിൽ അങ്ങനെയൊന്നുമല്ല, ഒരു കൊമേഴ്ഷ്യൽ ഉണ്ടാക്കുന്നത്. ഇതുപോലെ നമ്മൾ വീട്ടിൽ ഉള്ള അംഗങ്ങൾ തമ്മിൽ ഒരു
പരസ്പര ലയം, പരസ്പരം അറിഞ്ഞും കൊണ്ടും കൊടുത്തും സ്നേഹിക്കുന്ന, വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ വീട് വളർന്നാൽ എന്താണ് അതിന്റെ നേട്ടം എന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞ പാട്ടിന്റെ ലയം പോലെ, കറിയുടെ കൂട്ട് പോലെ വീടൊന്ന് മാറിക്കഴിയുമ്പോൾ എന്താണ് അതിന്റെ നേട്ടം? മനസമാധാനം ഉണ്ടാവും. പിന്നെ വീട്ടിലുള്ള എല്ലാവരുടെയും ആരോഗ്യം മെച്ചപ്പെടും. സംശയമില്ല. മെഡിക്കൽ ഷോപ്പുകൾ പലതും പൂട്ടേണ്ടി വരും, ഡോക്ടർമാരുടെ തിരക്ക് കുറയും. കാരണം ടെൻഷനില്ല. അതിനേക്കാളുപരി ഏറ്റവും കൂടുതൽ പ്രയോജനം വീട് നടക്കുന്നറിയാവും. ഒരു വീട് ഇതേപോലെ ലയമുള്ള, അല്ലെങ്കിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഒരു വീട്, സ്നേഹമുള്ള ഒരു വീട്ടില് ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ള ആർക്കാം? ഏറ്റവും കൂടുതൽ പ്രയോജനം ആരോ പറഞ്ഞു മക്കൾക്കാണ്, കുഞ്ഞുമക്കൾക്ക്. യേശുദാസിന്റെ പാട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? ശരിയല്ലേ? മലയാളത്തിനപ്പുറം പോയി ഹിന്ദിയിൽ പാടിയിട്ടുണ്ട്, തമിഴിൽ പാടിയിട്ടുണ്ടല്ലോ. ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു അനുഗ്രഹീത ഗായകനാണ് യേശുദാസ്. ഗിഫ്റ്റഡ് ആണ്. അദ്ദേഹത്തിന്റെ ചെറുപ്പത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? നിങ്ങളായിരുന്നു കേട്ടിട്ടുണ്ടോ? യേശുദാസിന്റെ ജീവിതം വായിച്ചിട്ടുണ്ടോ? ചെറുപ്പത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇത് തുടങ്ങി തന്നെയാണ്. ഭീകരമായ ദാരിദ്ര്യമായിരുന്നു. അപ്പൻ ഭാഗവതനാണ്, പക്ഷെ നാടകത്തിൽ പാടുന്ന, സിനിമയിലൊന്നും അല്ല, നാടകത്തിൽ പാടുന്ന ഒരു ഭാഗവതനാണ്. നാടകം വല്ലപ്പോഴും കിട്ടിക്കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന നിസ്സാര പൈസ, അത് കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ പട്ടിണിയാണ്. സ്കൂളിൽ അദ്ദേഹത്തിന് ചെറുപ്പം സ്കൂളിൽ പഠിക്കുമ്പോൾ ഫീസ് കൊടുക്കണം. സ്കൂളിൽ ഫീസ് കൊടുക്കാനാവാതെ സ്കൂളിൽ നിന്ന് പുറത്തു വന്ന് പോയിട്ടുണ്ട് യേശുദാസ്. സംഗീത കോളേജിൽ പഠിക്കുമ്പോഴേ ഹോസ്റ്റലിൽ നിൽക്കണമെങ്കിൽ അവിടെ ഫീസ് കൊടുക്കണം. അദ്ദേഹം നിന്ന് എവിടെയെന്നറിയോ? കാർ ഷെഡിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. ആ സംഗീത കോളേജിന്റെ കാർ ഷെഡിലാണ്. ദാരിദ്ര്യം അങ്ങേറ്റം, അതായത് പട്ടിണി കിടന്നിട്ടുണ്ട്. അതുപോലെ ഉടുപ്പിന് മറുഉടുപ്പില്ലാതെ കഷ്ടപ്പെട്ട ഒരു കാലമുണ്ട് അദ്ദേഹത്തിന്. 16 രൂപ. അത് നാട്ടിൽ നിന്നിട്ട് യാതൊരു രക്ഷയില്ല. നാട്ടിൽ നിന്നിട്ട് സംഗീത കോളേജിൽ നിന്നൊക്കെ പഠിച്ച് പുറത്തു വന്നിട്ട് ആരും വിളിക്കുന്നില്ല. നാട്ടിൽ നിന്നിട്ട് രക്ഷയില്ലാതിരുന്നിട്ട് 16 രൂപ ആരോടോ കടം വാങ്ങിച്ച് മദ്രാസിന് വണ്ടി കയറി. പക്ഷെ മദ്രാസിൽ ചെന്നിട്ടും വർഷങ്ങൾ അദ്ദേഹം കഷ്ടപ്പെട്ടു. ആരും വിളിക്കുന്നില്ല. ഇദ്ദേഹത്തെ പറ്റി 1-2 പ്രശ്നം ഇതായിരുന്നു. മുഹമ്മദ് റാഫിയെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആള് എന്നൊക്കെ പറഞ്ഞ ആദ്യത്തെ ഇംപ്രഷൻ എങ്ങനെയായിരുന്നു? മുഹമ്മദ് റാഫിയെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആള് എന്നൊക്കെ പറഞ്ഞ ഇംപ്രഷനായിരുന്നു. വിശ്വാസിന് ആദ്യത്തെ വർഷങ്ങളിൽ ഒട്ടും പച്ചതൊട്ടില്ല അവിടെ. പിന്നെ അദ്ദേഹത്തിന്റെ ഭാഗ്യം കൊണ്ട് പാട്ടിന് അവിടെ സ്റ്റുഡിയോയില് പാട്ട് പാടാനായിട്ട് ഏറ്റെടുത്ത ആൾക്കാർ എന്തെങ്കിലും കാരണവശാൽ വരാതിരുന്ന സമയത്ത് സ്റ്റെപ്പിനി ആയിട്ട് യേശുദാസിനെ കൊണ്ട് ഏതാനും പാട്ടുകൾ പാടിച്ചിട്ടുണ്ട്. ആദ്യം അദ്ദേഹത്തിന് 12 രൂപയ്ക്കാണ് ഒരു രസകരമായ ഒരു ഇത് പറയുന്നത്. എന്റെ ഓർമ്മ കമുകറ പുരുഷോത്തമനെ പറ്റിയാണ് തോന്നുന്നത്. അദ്ദേഹമാണെന്ന് കത്തി നിൽക്കുന്ന ഒരു കാര്യം. കമുകറ പുരുഷോത്തമനെ ഏറ്റിരുന്ന ഒരു പാട്ട്. അന്നത്തെ സ്റ്റുഡിയോ നമ്മൾ ബുക്ക് ചെയ്യണം. സ്റ്റുഡിയോയ്ക്ക് നല്ല റെന്റാണ്. അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ സിനിമ എടുക്കുന്നവർക്ക് ഇതുപോലെ പൈസയൊന്നുമില്ല. നിസ്സാര ബഡ്ജറ്റിനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവർ മിനിമം ചുരുക്കിയപ്പോൾ സ്റ്റുഡിയോ ബുക്ക് ചെയ്ത് പോയി ആ ഒരു ദിവസം റെന്റ് കൊടുക്കണം. അപ്പോൾ കമുകറ പുരുഷോത്തമന് പനിയടിച്ചു. അദ്ദേഹം വന്ന് പാടിയിട്ടൊന്നും തൊണ്ട ശരിയാവുന്നില്ല, എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ നോക്കിയിട്ട് ഒരു രക്ഷയില്ല, വേറെ ആരെ കിട്ടും? ഈ പെട്ടെന്ന് ഈ ഓടി വന്ന് പാടാനായിട്ട്, ഇദ്ദേഹത്തിന് പകരം പാടാനായിട്ട് അവർ നോക്കിയിട്ട് വേറെ ആരെയും കിട്ടുന്നില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞു, ആ പയ്യൻ യേശുദാസ് പുറത്ത് നേരത്തെ പാടിയ ഒരു 12 രൂപ വാങ്ങിക്കാനായിട്ട് പുറത്ത് കാത്തുനിൽപ്പുണ്ട്. നേരത്തെ പാട്ട് പാടിയതിന്റെ ഇതുപോലെ
ഈ ട്രാക്ക് പാടാനൊക്കെ, അതായത് ഈ ശരിക്കുള്ള ഗായകൻ പാടുന്ന ഒരു ട്രാക്ക് പാടും, അതിന് വരെ വിളിക്കും. അപ്പൊ അങ്ങനെ ട്രാക്ക് ഇദ്ദേഹത്തെ വിളിച്ചു, യേശുദാസിനെ വിളിച്ചു. യേശുദാസ് പറഞ്ഞു, കമുകറ പുരുഷോത്തമൻ ഏറ്റ പാട്ട് ഞാൻ പാടുന്നു. കാരണം അത് ശരിയല്ല. അപ്പോൾ ഇവര് മറ്റേ സംഗീത സംവിധായകൻ വിളിച്ചു, മറ്റേ നിർമ്മാതാവിൽ നിന്ന് വിളിച്ചു, എന്നിട്ടും വിശ്വാസം കളിക്കുന്നില്ല. അവസാനം കമുകറ തന്നെ നേരിട്ട് പറഞ്ഞു, നീ ഒന്ന് പാടിക്കോളൂ, കാരണം എനിക്ക് ഇവരുടെ ഇന്ന് സ്റ്റുഡിയോയിൽ ബുക്ക് ചെയ്തതാണ്, നീ ചെയ്തില്ലെങ്കിൽ അവരുടെ ഇത്. അവസാനം വിശ്വാസം ഞാൻ പാട്ട് മറന്നുപോയി, ഒരു വിശ്വാസ പാട്ട് പാടി ഹിറ്റായി. ആ പാട്ട് ഹിറ്റായി 1970-കളിലാണ്, 60-കളിലാണ് സമ്മാണി പറയുന്നത്. അങ്ങനെ 2-3 പാട്ട് ഹിറ്റായി കഴിഞ്ഞാണ് യേശുദാസ് മനസ്സിലായോ? പക്ഷെ എന്താണ് യേശുദാസിനെ ഉയർത്തിയ ഈ ഇതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് ബലം കൊടുത്തത് എന്താണ്? ദാരിദ്ര്യമുണ്ടെങ്കിലും സ്നേഹമുള്ള ഒരു വീട്. അമ്മ, യേശുദാസിന്റെ അമ്മ, അതാണ് യേശുദാസിനെ ഉയർത്തിയത്. ഈ കണ്ട അബ്ദുൽ കലാം എന്ന് ആലോചിച്ച് നോക്കി. അബ്ദുൽ കലാമിനെ കേട്ടിട്ടില്ലേ? ചെറുപ്പത്തിലെ പേപ്പർ വളരെ സാധാരണക്കാരായ വീടായിരുന്നു അബ്ദുൽ കലാം. പക്ഷെ അവിടെ അദ്ദേഹത്തിന് ഉയർത്തിയതാ ഏതാണ്? അദ്ദേഹത്തിന്റെ വീട്, സ്നേഹമുള്ള ഒരച്ഛൻ, അമ്മ. ഒത്തിരി നല്ലൊരു അച്ഛനായിരുന്നു അദ്ദേഹത്തിന്റെ. ഒത്തിരി കഥകളുണ്ട്, നമുക്കിപ്പോൾ സമയമില്ലാത്തതൊന്നും പറയുന്നത്. അപ്പോ ഇങ്ങനെയുള്ള ഒരു വീട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വീട്, നമ്മളുടെ വീട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മക്കൾക്ക് വേണ്ടി പണം കരുതി വെക്കണ്ട, സ്വർണം കരുതി വെക്കണ്ട, നിങ്ങൾ മറ്റ് ഒന്നും തേടാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ മക്കള് ഉയർന്നു വന്നത് എത്രയോ ഉദാഹരണങ്ങൾ പറയാനായിട്ട് ഉയർന്നു വന്നത്. നമ്മുടെ വീട്ടിൽ സ്നേഹത്തിന്റെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി ഇങ്ങോട്ട് പോ. മനസ്സിലായോ പറയുന്നത്? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ബന്ധമാണ്, മാനുഷിക ബന്ധങ്ങളാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. കുടുംബ ബന്ധമാണ് എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാനം. വീട്ടിൽ നല്ല ബന്ധമില്ലെങ്കിൽ, വീട്ടിൽ നമ്മൾ കുടുംബാംഗങ്ങൾ തമ്മിൽ നല്ല ബന്ധമെങ്കിൽ പുറത്തും നമുക്ക് അതുപോലെ ബന്ധം ഉണ്ടാക്കാൻ പറ്റില്ല. താൽക്കാലികമായ ബന്ധങ്ങളൊക്കെ ആയിരിക്കും, പക്ഷെ സ്ഥായിയായ ബന്ധം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ ട്രെയിനിങ് എവിടെയാ? മാനുഷിക ബന്ധങ്ങളുടെ ട്രെയിനിങ്. അവിടുത്തെ ഇതിന്റെ സംവിധായകൻ ആരാ? വീട്ടിലെ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ സംവിധായകൻ ആരാ? ആര്? അച്ഛനാണ്. പക്ഷെ അമ്മയാണ് അതിന്റെ കീ. അമ്മമാരാണ്. അച്ഛനും ഉണ്ട്, സമ്മതിക്കുന്നു. പക്ഷെ അച്ഛൻ പലപ്പോഴും എവിടെയായിരിക്കും? പലപ്പോഴും പല കാര്യങ്ങൾക്കായിട്ട് അച്ഛൻ പുറത്തായിരിക്കും. വീട്ടിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നവരാ? അമ്മമാരാണ്. അതിന്